ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഒരു DVR എങ്ങനെയാണ് കോൺഫിഗറേഷൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സാധാരണ കേസിനകത്ത് നമ്മൾ DVRന്റെ കോൺഫിഗറേഷനിൽ ഒരു മോണിറ്റർ നേരിട്ട് DVRലേക്ക് കണക്ട് ചെയ്ത് DVRലേക്ക് തന്നെ ഒരു മൗസും കൂടെ കുത്തി അതിലൂടെയായിരിക്കും നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്നത്. പക്ഷേ ഒരു നെറ്റ്വർക്കിൽ DVR നമ്മൾ ജസ്റ്റ് പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മോഡത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് DVRനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പും ഈ ഒരു വൈഫൈ നെറ്റ്വർക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് ആ ഒരു കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും? അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് SIDP എന്ന് പറയുന്ന ഒരു ടൂൾ ആവശ്യമാണ്. SIDP ടൂള് നമുക്ക് ഫ്രീ ആയിട്ട് ഹിക്യൂഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടൂൾ ഓൾറെഡി ഈ ഒരു ലാപ്ടോപ്പിൽ ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ DVR ഇവിടെ കാണാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ DVR IDS 7208 HUH-M1FA. അപ്പോൾ ഇതിപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേജിലാണ്. അതായത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, DVRന് ഒരു പാസ്വേഡ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പുതിയ പാസ്വേഡ് കൊടുക്കാൻ പറഞ്ഞ് റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരു പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ പുതിയ പാസ്വേഡ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് ചാനൽ പാസ്വേഡ്. അപ്പോൾ ചാനൽ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു DVRന് IP ക്യാമറയും സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ IP ക്യാമറകൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അതിനൊരു പാസ്വേഡ് വേണം. ആ ഒരു പാസ്വേഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതേ പാസ്വേഡ് തന്നെ കൊടുത്തു. എന്നിട്ട് എനേബിൾ ഹിക് കണക്ട് എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ഇട്ടു. അപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ കോഡ് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം വെരിഫിക്കേഷൻ കോഡ്. ഞാനിപ്പോൾ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ കൊടുക്കുവാണ്. ഈ വെരിഫിക്കേഷൻ കോഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വീഡിയോ കാണുമ്പോൾ അത് എൻക്രിപ്റ്റഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ആക്ടിവേറ്റ് എന്ന് കൊടുക്കുവാണ്. GUID മോഡ്, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, റിസർവ് ഇമെയിൽ ID, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ പാസ്വേഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ റിസർവ് ഇമെയിൽ ID കൊടുക്കുന്നത്. അപ്പോൾ നെക്സ സിസ്റ്റം ek@gmail.com എന്ന് പറയുന്ന ഒരു മെയിൽ ID ഞാനിവിടെ കൊടുക്കുന്നു, കൺഫേം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു റിസർവ് ഇമെയിൽ ID ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പാസ്വേഡൊക്കെ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യണ സമയത്ത് ആ ഒരു മെയിൽ IDയിലേക്ക് നമുക്ക് ഒരു കോഡ് വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ DVR കോൺഫിഗറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കാണിച്ചിട്ടുണ്ടായിരുന്ന 3-ൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും മസ്റ്റായിട്ടും ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ DVR ഇപ്പോൾ ഇവിടെ ആക്ടിവേഷൻ സ്റ്റാറ്റസിനകത്തൊരു ടിക്ക് വന്നേക്കണം കേട്ടോ. ഇപ്പോൾ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഒരു IP അഡ്രസ് അടിച്ചിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു IP കൊടുക്കാൻ വേണ്ടി പോവാണ്. ആ IP വേണമെങ്കിൽ നമുക്ക് മാറ്റാം കേട്ടോ. അത് ഈ SIDP ടൂളിലൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഈ ഒരു DHCP നമ്മൾ ടിക്ക് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള IP അഡ്രസ് കൊടുക്കുക. അതിന് കുഴപ്പമില്ല. കാരണം ഇപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്ക് ഏത് IP ആണോ ഇരിക്കുന്നത്, ഇപ്പോൾ എൻ്റെത് 10.0.0. ഒരു A ക്ലാസ് റേഞ്ച് IP ആണ്. അപ്പോൾ ആ ഒരു IP അഡ്രസ് റേഞ്ചിൽ തന്നെയായിരിക്കും നമ്മുടെ DVRും വരുന്നത്. ഇനി മറ്റേതെങ്കിലും നെറ്റ്വർക്കിലാണ് നിങ്ങൾക്ക് കോൺഫിഗറേഷൻ ചെയ്യണമെങ്കിൽ മാത്രം IP മാറ്റി കൊടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ DHCP വേണ്ട, സ്റ്റാറ്റിക് ആയിട്ടൊരു IP കൊടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് മാനുവലായിട്ട് വേണേൽ കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ IP അഡ്രസ് അടുത്ത റീബൂട്ടിനകത്ത് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ IBMS സോഫ്റ്റ്വെയറിലേക്കൊക്കെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ടിക്ക് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ സ്റ്റാറ്റിക് ആയിട്ട് IP അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് മാത്രം ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. IP ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ IBMS സോഫ്റ്റ്വെയർ ഇവിടെ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് IP മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഞാൻ ഈ IP അഡ്രസ്സ് കൊടുത്തുകൊണ്ട് ഇവിടെ ലോഗിൻ ചെയ്യുവാണ്. കണ്ടോ, ഇപ്പം നമ്മുടെ ബ്രൗസറിലേക്ക് ആ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. ദേ ഇവിടെ നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു. നമ്മൾ കൊടുത്തേക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യാമറകളെല്ലാം ലിസ്റ്റിലേക്ക് വരും. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഓരോ ക്യാമറകളെയും ലിസ്റ്റിലേക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. എനിവേ, ഇപ്പം ഇങ്ങനെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഇനി നമുക്ക് മൊബൈൽ വ്യൂ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. ഇവിടെ ജസ്റ്റ് കോൺഫിഗറേഷനിലേക്ക് പോവാം. കോൺഫിഗറേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ഓപ്ഷൻ എടുക്കുക. അവിടെ നമുക്ക് ഇവിടെ IP കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന കാര്യം അവിടെ നിന്നുള്ള കോൺഫിഗറേഷൻ തന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ടിക്ക് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ സ്റ്റാറ്റിക് ആയിട്ട് IP അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് മൊബൈൽ വ്യൂ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യണം. പക്ഷേ നമുക്കിവിടെ ലാപ്ടോപ്പിലൂടെ നമ്മൾ എടുത്തേക്കുന്നതുകൊണ്ട് ആ QR കോഡ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സീരിയൽ നമ്പറിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു, ശരിക്കും പറഞ്ഞാൽ ഈ QR കോഡ് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു DVRൻ്റെ അല്ലെങ്കിൽ NVRൻ്റെ സീരിയൽ നമ്പറാണ് നമ്മൾ സ്കാൻ ചെയ്ത് ആഡ് ചെയ്യുന്നത് ആ മൊബൈൽ ആപ്പിലേക്ക്.
അപ്പൊ നമുക്ക് ആ സീരിയൽ നമ്പർ ഇവിടുന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്യൂആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് കറന്റ്ലി മോണിറ്റർ കുത്താത്തതുകൊണ്ട് ആ ക്യൂആർ കോഡ് ഇവിടെ എങ്ങും തെളിയില്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ആ ഒരു സീരിയൽ നമ്പർ കണ്ടോ? അപ്പൊ ഇത് നമ്മുടെ മൊബൈൽ ആപ്പിലേക്ക് നമ്മൾ നേരെ നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ ടൈം സോൺ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാനിത് റീസെറ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ട് ടൈം സോൺ ഞാൻ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം അത് എന്തായാലും +5:30 മദ്രാസ്, ബോംബെ, ന്യൂഡൽഹി എന്ന് തന്നെയായിരിക്കും കിടക്കുന്നത്. പക്ഷെ നിങ്ങളൊരു പുതിയ DVR വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് കോൺഫിഗറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും രാജ്യമായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഇവിടെ നിന്ന് ടൈം സോൺ ഇങ്ങനെ +5:30 എന്നുള്ളത് കൊടുക്കുക. കണ്ടോ? +5:30 എന്നിട്ട് സേവ് ചെയ്യുക. ടൈം എന്തായാലും ഈ ഒരു സമയത്ത് അപ്ഡേറ്റ് ആവും. ഇനി അപ്ഡേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ടൈം സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടിക്ക് ഇടുക. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ അത് ഈ ഒരു ടൈം തന്നെ ഓട്ടോമാറ്റിക് ഇവിടെ എടുത്തോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു DVRനെ നമ്മുടെ ലാപ്ടോപ്പിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ കോൺഫിഗറേഷൻ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോണിറ്റർ ഒന്നും ഒരു സൈറ്റിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ ചില പഴയ മോഡൽ ലാപ്ടോപ്പുകളിലൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ഈ ബ്രൗസറൊക്കെ ഭയങ്കര പഴയതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ചെയ്ത പോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിലേക്ക് അത് വരുന്നതായിട്ട് കണ്ടിട്ടില്ല. അവിടെ പ്ലഗിൻ ആഡ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡൗൺലോഡ് പ്ലഗിനിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യുന്നു. ആ പ്ലഗിൻ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നു. പക്ഷേ പല പ്രാവശ്യം ചെയ്താലും ചിലപ്പോൾ കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗസർ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചിലപ്പോൾ ഗൂഗിൾ ക്രോമിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ബ്രൗസറുകളിൽ അത് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തേക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല, വേറെ ഒരു മാർഗ്ഗവും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ IBMS സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുക. അപ്പോൾ IBM സോഫ്റ്റ്വെയറിൽ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു DVRന്റെ IP അഡ്രസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. അവിടെ ഈ പ്ലഗിൻ്റെ പ്രശ്നമൊന്നും വരില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് NVRും കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വൈഫൈ ക്യാമറ മാത്രമാണ് ഇതേപോലെ നമുക്ക് മൊബൈലിലൂടെ അല്ലാതെ കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കാത്ത ഒരു സാധനം. അല്ലാതെ DVRും NVRൊക്കെ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ കൂടെയോ കമ്പ്യൂട്ടറിലൂടെ ഒക്കെ കോൺഫിഗറേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് IP ക്യാമറ കോൺഫിഗറേഷനിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ തന്നെ കോൺഫിഗറേഷൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് ഹിഡൻ ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ആണ്. നിങ്ങൾ പേയ്മെന്റ് കൊടുത്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിലിട്ടിരിക്കുന്ന വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ 165ാമത്തെ വീഡിയോ ആണ് ഞാൻ ഇന്നലെ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോൺഫിഗറേഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ നെക്സ സിസ്റ്റം എന്നുള്ള സ്ഥാപനം IP ക്യാമറകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഒരുപാട് ക്യാമറകളുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പുതിയ മോഡൽ ക്യാമറകളെ പറ്റിയൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ടെക്നിക്കലി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്, ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ ഇനി ഈ ഒരു ഫീൽഡ് തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണുന്നത് ഉപകാരപ്പെടും. എൻ്റെ ഇപ്പോൾ ആ ഒരു ചാനൽ നമ്പർ വീഡിയോയിൽ 300 പേരിന് മേളിൽ വീഡിയോസ് കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിനും പുറത്തുമുള്ള ആളുകൾ, വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും ജോയിൻ ചെയ്തവർ അതിനകത്ത് പിരിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും അത് അവർക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ട് തന്നെയാണല്ലോ അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത് ജോയിൻ എന്നുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ടാവും. അതിൽ പ്രസ് ചെയ്യുക. അവിടെ ഒരു ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നത് എനിക്കല്ല, നേരെ ഗൂഗിളിലേക്കാണ് ആ പേയ്മെന്റ് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഗൂഗിളിന്റെ ഗേറ്റ്വേ ആണ് പല ബാങ്കുകളും ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആ വീഡിയോസിലൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ അതിനകത്തൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.